എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജോബ് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ്. ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാനോ ഒരു അടിപൊളി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനോ 3 അടിപൊളി ഐഡിയാസ് നമുക്ക് നോക്കിയാലോ. നമ്പർ 1, ക്രിയേറ്റ് ഇമാജിനറി പേഴ്സണൽ പ്രോജക്ട്സ്. നിങ്ങൾ ഒരു ഇമാജിനറി ആയിട്ട് ഒരു ബ്രാൻഡിനോ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ വേണ്ടിയിട്ട് നിങ്ങളായിട്ടുള്ള യൂണീക് വിഷൻ ആൻഡ് ഐഡിയാസ് യൂസ് ചെയ്തിട്ട് ഇമാജിനറി പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ല ഐഡിയാസ് ആണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റീ ഇമാജിൻ ആൻഡ് റീവർക്ക്. മാർക്കറ്റിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടോപ്പ് ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളായിട്ടുള്ള രീതിയിൽ അവർക്ക് നിങ്ങൾ ഓൾറെഡി ഉള്ള അവരുടെ വെബ്സൈറ്റ് ഡിസൈൻ ആയിക്കോട്ടെ, അവരുടെ ആപ്പ് ഡിസൈൻ ആയിക്കോട്ടെ, അവരുടെ കോണ്ടന്റ് ഏരിയ, ഇതിൽ നിങ്ങളെ എന്തൊക്കെ ഐഡിയാസ്, നിങ്ങളെ വിഷൻ ആൻഡ് ഐഡിയാസിൽ നിങ്ങൾ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും, അത് നിങ്ങളതായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്തിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് അത് പബ്ലിഷ് ചെയ്യാം. ഇതിനെ നിങ്ങൾക്ക് സ്പെക്ക് വർക്ക് എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വോളണ്ടിയറിംഗ്. നിങ്ങൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലോക്കൽ ബിസിനസ്സസ്, NGOs ആൻഡ് കമ്മ്യൂണിറ്റീസ്, ഇവർക്കൊക്കെ നിങ്ങളുടെ സർവീസസ് നല്ല രീതിയിൽ ആവശ്യമുണ്ടാകും. സോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സർവീസ് ആയിട്ട് നിങ്ങൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, അവരുടെ സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചെയ്യുന്നത് വഴി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയൽ വേൾഡ് എക്സ്പീരിയൻസും നല്ല രീതിയിലുള്ള ക്ലയന്റ് ഇന്ററാക്ഷൻസ്, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള നല്ലൊരു ടെസ്റ്റ് മോഡൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. സോ ഇതുപോലെ കൂടുതൽ പോർട്ട്ഫോളിയോ റിലേറ്റഡ് ജോബ് റിലേറ്റഡ് ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻസിന് ഫോളോ മീ അറ്റ് അജീവ്.